നമസ്കാരം. ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനതയെ മോശയുടെ നേതൃത്വത്തിൽ യഹോവ മോചിപ്പിച്ചു. തുടർന്ന് രാജാക്കന്മാരുടെ ഭരണമായി അങ്ങനെ ഇസ്രായേൽ രാജ്യം വീണ്ടും സമ്പൽ സമൃദ്ധിയിലേക്ക് പാലും തേനുമൊഴുകുന്ന കനാൻ ദേശം ഭരിച്ച് സുഖമായി ജീവിച്ചു. വീണ്ടും പല വിദേശ രാജ്യങ്ങൾ അവരെ ആക്രമിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിക്കപ്പെട്ട ജനതയായി ഇസ്രായേൽ ജനത മാറി. നൂറ്റാണ്ടുകൾ അവർ അങ്ങനെ പല രാജ്യങ്ങളിലായി ചിതറി താമസിച്ചു. വീണ്ടും ഇസ്രായേൽ ഒരു രാഷ്ട്രമാകുന്നത് 1948 മെയ് 14 അതിനുശേഷവും വിവിധ യുദ്ധങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നു. അതിലൊന്നാമത്തേത് അറബ് ഇസ്രായേൽ യുദ്ധമാണ്. 1948 ജൂൺ 7 തൊട്ടയൽവക്കത്തുള്ള അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ ആക്രമിച്ചു. യഹൂദർ താമസിച്ചിരുന്ന കേന്ദ്രങ്ങൾക്ക് നേരെ ഷെൽ വർഷം ആരംഭിച്ചു. സിറിയ, ഈജിപ്റ്റ്, ലെബനൻ എന്നീ അറബി രാജ്യങ്ങളായിരുന്നു ഇതിനു പിന്നിൽ. തുടർന്ന് അറബ് സൈന്യവും ഇസ്രായേൽ സേനയും ഏറ്റുമുട്ടി. അറബികളോട് ജയിക്കാൻ ഇസ്രായേൽ സേനയ്ക്ക് നന്നായി കഷ്ടപ്പെടേണ്ടി വന്നു. ഒടുവിൽ 1949 വെടിനിർത്തൽ നിലവിൽ വന്നപ്പോഴേക്കും അറബികളുടെ പല ഭൂപ്രദേശങ്ങളും ഇസ്രായേൽ കൈവശമാക്കി കഴിഞ്ഞിരുന്നു. പിന്നീട് നടന്ന യുദ്ധമാണ് സൂയസ് യുദ്ധം. ഏഷ്യാ ഭൂഖണ്ഡത്തെയും യൂറോപ്യൻ ഭൂഖണ്ഡത്തെയും ബന്ധിപ്പിക്കുന്ന പ്രധാന ജലപാതയാണ് സൂയസ് കനാൽ. 160 കിലോമീറ്റർ നീളമുള്ള ഈ കനാൽ ഇന്ത്യ, ശ്രീലങ്ക, ചൈന തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോകുന്ന യൂറോപ്യൻ കപ്പലുകൾക്ക് എളുപ്പവഴി ഒരുക്കുന്നു. സൂയസിലൂടെ അല്ലെങ്കിൽ കപ്പലുകൾക്ക് ആഫ്രിക്കൻ ഭൂഖണ്ഡം ചുറ്റി മാത്രമേ ഏഷ്യയിലെത്താൻ കഴിയുകയുള്ളൂ. 1883 അന്താരാഷ്ട്ര കരാറനുസരിച്ച് സൂയസ് കനാലിലൂടെ ഏതു രാജ്യത്തിൻ്റെയും കപ്പലുകൾക്ക് കടന്നു പോകാം. എന്നാൽ 1956 ജൂലൈ 26 ഈജിപ്തിൻ്റെ അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ഗമാൽ അബ്ദുൽ നാസർ ഒരു പ്രഖ്യാപനം നടത്തി. സൂയസ് കനാൽ ഈജിപ്തിൻ്റെ സ്വന്തമാണ്, മറ്റാരും അത് ഉപയോഗിക്കരുത്. ഇസ്രായേലും ഫ്രാൻസ്, അമേരിക്ക, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളും ഈ പ്രഖ്യാപനത്തെ എതിർത്തു. ഇസ്രായേലിൻ്റെ നേതൃത്വത്തിൽ ഈ രാജ്യങ്ങളെല്ലാം ചേർന്ന് ഈജിപ്തിനെതിരെ യുദ്ധത്തിനൊരുങ്ങി. 1956 ഒക്ടോബർ 29 സൂയസ് കനാൽ ലക്ഷ്യമാക്കി നീങ്ങിയ ഇസ്രായേൽ സൈന്യം ഈജിപ്തിൻ്റെ പ്രതിരോധ നിര തകർത്ത് മുന്നേറി. ഇസ്രായേലിന് ആവശ്യമായ ആയുധങ്ങൾ എത്തിച്ചു കൊടുത്തത് ഫ്രാൻസും ബ്രിട്ടനുമായിരുന്നു. യുദ്ധം തുടങ്ങിയതോടെ സൂയസ് കനാലിലൂടെ കപ്പലുകൾ പോകാതായി. ഇത് ഫ്രാൻസിൻ്റെയും ബ്രിട്ടൻ്റെയും വ്യവസായങ്ങളെ ബാധിച്ചു. യുദ്ധം അവസാനിപ്പിക്കാൻ അവർ ഇരു രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടെങ്കിലും ഈജിപ്റ്റ് അത് തള്ളി. തുടർന്ന് ഫ്രാൻസും ഇംഗ്ലണ്ടും ഇസ്രായേലിനോടൊപ്പം ചേർന്നു. ഇതേ തുടർന്ന് ഈജിപ്റ്റ് തളർന്നു. യുദ്ധത്തിൽ പരാജയത്തിൻ്റെ വക്കിലെത്തി. അന്താരാഷ്ട്ര രംഗത്തുണ്ടായ എതിർപ്പിനെ തുടർന്ന് ഫ്രാൻസും ബ്രിട്ടനും യുദ്ധത്തിൽ നിന്ന് പിന്മാറി. പിന്നീട് ഇസ്രായേലും. ഇത് സൂയസ് കനാലിന് വേണ്ടിയുള്ള ഒരു യുദ്ധം. അത് കഴിഞ്ഞ് ഒരു 6 ദിവസത്തെ യുദ്ധം നടന്നു. ആ യുദ്ധം 6 ദിവസത്തെ യുദ്ധങ്ങളുടെ ചരിത്രത്തിലെ ഒരു മഹാ അത്ഭുതമാണ്. 1967 അറബി ഇസ്രായേൽ യുദ്ധം വെറും 6 ദിവസം കൊണ്ട് 3 രാജ്യങ്ങളെ തോൽപ്പിച്ച് ഇസ്രായേൽ നിർണായക മേഖലകളിൽ കടന്നുകയറിയ യുദ്ധം. ഇസ്രായേലും അയൽ രാജ്യമായ സിറിയയുമായുണ്ടായ പിണക്കങ്ങളാണ് ഈ യുദ്ധത്തിൻ്റെ അടിസ്ഥാന കാരണം. പാലസ്തീൻ ഒളിപ്പോരാളികൾ സിറിയ കേന്ദ്രമാക്കി ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തി. അതിർത്തി തർക്കം പോലെയുള്ള പ്രശ്നങ്ങൾ വേറെയുമുണ്ട്. തർക്കം മൂത്തപ്പോൾ ഈജിപ്റ്റ് സിറിയയുടെ സഹായത്തിനെത്തി. ഇതിനിടയിൽ പ്രശ്നം വഷളാകുന്ന ഒരു സംഭവം നടന്നു. ഇസ്രായേലിൻ്റെ വ്യാപാരത്തിൻ്റെ നല്ല പങ്ക് നടക്കുന്ന ടിറാൻ കടലിടുക്ക് അറബികൾ അടച്ചു. ഇസ്രായേൽ പതാക വഹിക്കുന്ന കപ്പലോ ബോട്ടുകളോ കടലിടുക്കിൽ പ്രവേശിച്ചുകൂടെന്ന് ഉത്തരവും പുറപ്പെടുവിച്ചു. കടലിടുക്ക് അടച്ചത് ഇസ്രായേൽ ചോദ്യം ചെയ്തു. അമേരിക്കയും ബ്രിട്ടനും ഇസ്രായേലിൻ്റെ സഹായത്തിനെത്തി. അന്നത്തെ മറ്റൊരു വൻശക്തിയായ സോവിയറ്റ് യൂണിയൻ അറബികളുടെ പക്ഷം ചേർന്നു. ഇതിനിടെ 1967 ജൂൺ 5 ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചു.
6 ദിവസം കൊണ്ട് അറബി സൈന്യത്തെ തകർത്ത് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്തു. 1-ാം ദിവസം ഇസ്രായേൽ വ്യോമസേനയുടെ ആസ്ഥാനത്തു നിന്നും 100 കണക്കിന് ബോംബർ വിമാനങ്ങൾ പറന്നുയർന്നു. ഒരേ സമയം 4 ദിശകളിലേക്ക് പറന്ന വിമാനങ്ങൾ ഗാസ, സീനായി, ജോർദാൻ, സിറിയ എന്നിവിടങ്ങൾ ആക്രമിച്ചു. അറബി സേനയുടെ സൈനിക താവളങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്. അപ്രതീക്ഷിതമായി 4 വശത്തു നിന്നുമുണ്ടായിരുന്ന ആക്രമണത്തിൽ അറബി സേനകൾ പതറിപ്പോയി. വ്യോമാക്രമണത്തിലൂടെ അറബികളെ ഭയപ്പെടുത്തിയ ഇസ്രായേൽ സൈന്യം തുടർന്ന് വലിയൊരു കരയുദ്ധത്തിന് തയ്യാറെടുത്തു. 2-ാം ദിവസം സീനായ് മലകൾ പിടിച്ചെടുത്ത കരസേന സൂയസ് കനാലിലേക്ക് കുതിച്ചു. മണിക്കൂറുകൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ അവിടെയും ഇസ്രായേൽ സൈന്യം ആധിപത്യം സ്ഥാപിച്ചു. 3-ാം ദിവസം ഇസ്രായേൽ സൈന്യം ജോർദാനിലേക്ക് തിരിഞ്ഞു. ഇസ്രായേലിൻ്റെ പുണ്യസ്ഥലങ്ങളായ വിലാപങ്ങളുടെ മതിൽ യോർദാൻ്റെ കൈവശമായിരുന്നു. അപ്പോൾ യോർദാനിൽ നിന്നും ആ പുണ്യസ്ഥലം പിടിച്ചെടുത്ത യൂതന്മാർ അവിടെ കുറേ നേരം പ്രാർത്ഥിച്ചിട്ടാണ് അടുത്ത യുദ്ധകളത്തിലേക്ക് പോയത്. 4-ാം ദിവസം ഇസ്രായേലിൻ്റെ നാവികസേനയ്ക്ക് ഒരു അബദ്ധം പറ്റി. കടലിലൂടെ നീങ്ങിയ ഒരു കപ്പൽ ഈജിപ്തിൻ്റേതാണ് എന്ന് തെറ്റിദ്ധരിച്ചവർ ആക്രമിച്ചു. നാവികരെയെല്ലാം വധിച്ചു. വാസ്തവത്തിൽ ഇസ്രായേലിനെ സഹായിക്കാൻ വന്ന അമേരിക്കൻ കപ്പലായിരുന്നു അത്. 5-ാം ദിവസം അറബികൾ ഏതാണ്ട് മുഴുവനായി കീഴടങ്ങി. യുദ്ധത്തിൽ അറബി സൈന്യത്തിന് നേതൃത്വം നൽകിയ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് നാസർ സ്വന്തം സ്ഥാനം രാജിവെച്ചു. 6-ാം ദിവസം വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. അറബികളുടെ ഒരുപാട് സ്ഥലം ഇസ്രായേലിൻ്റെ കൈവശം ആ സമയത്ത് 6 ദിവസം കൊണ്ട് വന്നു ചേരുകയും ചെയ്തു. മറ്റൊരു യുദ്ധമാണ് യോം കിപ്പൂർ യുദ്ധം. 1973 ഒക്ടോബർ 6 ഇസ്രായേൽക്കാരുടെ പ്രധാന ആഘോഷമായ യോം കിപ്പൂർ നടക്കുകയാണ്. സീനായി മലകളിലെ സൈനികർ രാത്രി വൈകിയും ആഘോഷത്തിൻ്റെ തിരക്കിലാണ്. പെട്ടെന്ന് ഈജിപ്തിൻ്റെ സൈന്യം സീനായിൽ പ്രവേശിച്ച് ഇസ്രായേൽ സേനയ്ക്കു നേരെ വെടിയുതിർക്കാൻ തുടങ്ങി. ഓർക്കാപ്പുറത്തുണ്ടായ ആക്രമണം ഇസ്രായേൽ സൈന്യത്തിനെ വല്ലാതെ വിഷമിപ്പിച്ചു. ഈജിപ്റ്റ് സീനായി ആക്രമിച്ച സമയത്ത് തന്നെ വടക്ക് സിറിയൻ സൈന്യവും ഇസ്രായേലിനെ ആക്രമിച്ചു. ഇവർ ഗോലാൻ പ്രദേശം പിടിച്ചെടുത്തു. ഒക്ടോബർ 8 ഇസ്രായേൽ ശക്തമായ തിരിച്ചടി തുടങ്ങി. അന്ന് സിറിയയിലെ പ്രധാന നഗരങ്ങൾക്ക് മുകളിലൂടെ ഇസ്രായേൽ ബോംബർ വിമാനങ്ങൾ ചീറിപ്പാഞ്ഞു. ഡമസ്കസ്, ഹോംസ്, തർത്തൂസ് മുതലായ നഗരങ്ങൾ ഇസ്രായേൽ സൈന്യം തകർത്തു. സീനായി പ്രദേശത്ത് കടന്ന ഈജിപ്ത് സൈന്യത്തെ ഇസ്രായേൽ തിരിച്ചാക്രമിച്ചില്ല. ഇസ്രായേൽ സൈന്യം മറ്റൊരു തന്ത്രമാണ് നടപ്പാക്കിയത്. സീനായി മലയുടെ 4 വശവും ഇസ്രായേൽ സൈന്യം വളഞ്ഞു. ഈജിപ്തിൻ്റെ സൈന്യം ഭക്ഷണസാധനങ്ങൾ പോലും കിട്ടാതെ വളരെ വിഷമിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ മധ്യസ്ഥതയിലാണ് ഒക്ടോബർ യുദ്ധം എന്ന് അറിയപ്പെടുന്ന യോം കിപ്പൂർ യുദ്ധം അവസാനിപ്പിച്ചത്. കരാറിൻ്റെ ഭാഗമായി പിടിച്ചെടുത്ത പല സ്ഥലങ്ങളും ഇസ്രായേൽ അറബി രാജ്യങ്ങൾക്ക് പിന്നീട് വിട്ടുകൊടുക്കുകയും ചെയ്തു. ഇത് ഇസ്രായേൽ രാജ്യം 1948 രൂപീകൃതമായതിനു ശേഷം നടന്ന പല യുദ്ധങ്ങളുടെ ഒരു ചുരുക്കമാണ് നിങ്ങളുമായി പങ്കുവച്ചത്. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.